നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടത്തി തരാവുന്നത് വരെ നമ്മളിങ്ങനെ ന്യായമായുള്ള കാര്യം, അന്യായങ്ങളൊന്നും പറയണില്ല. നമുക്ക് അഡീഷണൽ ക്ലച്ചും ബ്രേക്കും ഇല്ലാതെ പഠിപ്പിക്കാൻ പറ്റൂല. പിന്നെ പുതിയ വണ്ടി എടുക്കാൻ പറ്റൂല. 15 വർഷം 23 പേരൊന്നും വന്നില്ല. അത് അവർക്ക് എല്ലാ ആളുകൾക്കും അറിഞ്ഞൂടെ, എല്ലാ ജനങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് സമരം ഉണ്ടാക്കുന്നത്. അവർ പറയുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ 60,000 രൂപയിലും നിൽക്കില്ല. പക്ഷെ നമുക്കത് ലാഭമാണ്. ആകെ ഒരു 3 കുട്ടിയെ ഒരു മാസം എടുത്താൽ മതി. പക്ഷെ നാട്ടുകാർ എങ്ങനെ, പാവപ്പെട്ടവരെങ്ങനെ പഠിക്കും? ഒരു 10,000 രൂപ തരാൻ ആൾക്കാരെ കൊണ്ട് പറ്റുന്നില്ല. വീട്ടു ജോലിക്ക് പോകണ അമ്മമാർ, മക്കളൊക്കെ അവരൊക്കെ പിച്ച് തരണം. നമ്മൾ വാങ്ങിച്ച് പഠിപ്പിച്ച് അവർ ചിലപ്പോൾ ഒരു വീട്ടിൽ ഡ്രൈവറായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് എഴുതി കയറാനായിട്ടോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ഒരു ഡ്രൈവർ ആവാനോ ഒക്കെയാണ് ഈ വീട്ടു ജോലി ചെയ്യുന്ന അമ്മമാരെ മക്കളെ പഠിപ്പിക്കുന്നത്. അവർക്ക് നമുക്ക് 60,000 രൂപ, 10,000 തരാൻ പറ്റാത്തടത്ത് നമുക്ക് 60,000 രൂപ തന്ന് പഠിപ്പിക്കാൻ പറ്റുമോ? 23 പേരും ഡ്രൈവിംഗ് സ്കൂളിൽ ബുക്ക് ചെയ്തവരാണോ? 23 പേര് അങ്ങനെയാണോ? അറിയാം. ഇവർ ഓരോ ലിസ്റ്റ് കൊണ്ടുവന്ന് വിളിക്കുന്നു. ഇവിടെ ഒരാളെയും കാണാനില്ല. അത് ഏത് വകുപ്പെന്ന് ചോദിച്ചാൽ അറിയില്ല. സ്വകാര്യ വാഹനങ്ങൾ എത്തുന്നവരെ തടയൂ. സ്വന്തം വണ്ടി, അവനോന്റെ വണ്ടി കൊണ്ടുവന്ന് കയറണം. വേറൊരു വണ്ടി വാടകയ്ക്ക് എടുത്തോണ്ട് വന്നാൽ നിങ്ങൾ അനുവദിക്കുമോ? അത് തടയുമോ വണ്ടി? അത് തടയുന്നില്ല. ഇപ്പം നിങ്ങളുടെ വണ്ടിയായിരുന്നു വെച്ചോ, ഇയാൾക്കാണ് ടെസ്റ്റിന് കയറാൻ, ഇയാളുടെ പേരിലാണ് RC ബുക്ക്, കയറിക്കോ. വേറൊരാളിൻ്റെ പേരിലുള്ള RC ബുക്കിലെ വണ്ടിയും കൊണ്ടൊന്നും ടെസ്റ്റിന് കയറാൻ പറ്റില്ല. അല്ല, സ്വന്തം വണ്ടി അവരോരുടെ പേരിലുള്ള RC ബുക്കിലാണെങ്കിൽ കയറട്ടെ.